ഭഗവത്ഗീതയുടെ മാഹാത്മ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് ആരംഭിക്കാം. അതിനായി ഞാൻ ദേവി സരോജ മാതാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. തുടങ്ങാമോ പ്രഭു? കേൾക്കുന്നുണ്ടോ മാതാജി? കേൾക്കാം മാതാജി, പറഞ്ഞു. ആദ്യം തന്നെ മംഗളാചരണം ചെയ്യാം. എല്ലാ ഭക്തന്മാർക്കും എന്റെ പ്രണാമം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണെ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും എന്റെ പ്രണാമം. ഇന്നിപ്പോ ഭഗവത്ഗീതയുടെ മഹാത്മ്യത്തിന്റെ 3 ശ്ലോകങ്ങൾ കൂടിയാണ് എടുക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 5-ാമത്തെ ശ്ലോകമാണ് വായിച്ചത്. 4-ാമത്തെ ശ്ലോകം വിട്ടുപോയി. അപ്പൊ ആ 4-ാമത്തെ ശ്ലോകം ആദ്യം ചൊല്ലാം. ഗീത സുഗീത കർത്തവ്യ കിമന്യൈ ശാസ്ത്ര വിസ്തരൈ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസൃത. അതായത് നമുക്കറിയാം, ഭഗവത്ഗീത പരമദിവ്യാത്മ പുരുഷനാൽ രചിക്കപ്പെട്ടതാണ്, ഉപദേശിക്കപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അപ്പോ അതുകൊണ്ട് തന്നെ മറ്റൊരു വേദ സാഹിത്യവും പഠിക്കണമെന്നില്ല. കാരണം ഭഗവത്ഗീത എന്ന് പറയുന്നത് എല്ലാ വേദ സാഹിത്യങ്ങളുടെയും സാരസർവസ്വമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ അത് ഭഗവത്ഗീത വളരെ ശ്രദ്ധയോടെയും കൃത്യനിഷ്ഠ, ഇന്ന് വായിച്ചു അടുത്ത ദിവസം വായിക്കേണ്ട അങ്ങനെയല്ല, കൃത്യനിഷ്ഠയോടെ തന്നെ വായിക്കുകയും ശ്രവിക്കുകയും ചെയ്യണം. അപ്പൊ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഭൗതികമായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് വേദസാഹിത്യങ്ങൾ മുഴുവനും വായിക്കാൻ അവര് ഉത്സുകരല്ല. അതുകൊണ്ട് തന്നെ വേദങ്ങളുടെ സാരസർവസ്വമായ ഭഗവത്ഗീത ഒന്ന് മാത്രം വായിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദനഃ പാത്തോ വത്സാ സുധീർഭോക്ത ദുക്തം ഗീതാമൃതം മഹത്. അതായത് ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ്, നമുക്കറിയാം. അപ്പൊ ഉപനിഷത്തുകളെ എല്ലാം പശുവിനെ പോലെയാണ്. കാരണം ഗോപകുമാരനായ ഭഗവാൻ കൃഷ്ണൻ ആണ് ആ പശുവിനെ കറക്കുന്നത്. അർജുനൻ ഒരു പശുക്കിടാവിനെ പോലെയാണ്. അപ്പൊ അമൃത തുല്യമായ ഈ ഭഗവത്ഗീത പരമഭക്തന്മാരും പണ്ഡിതന്മാരും പാനം ചെയ്യുന്നു. അടുത്തത് 7-ാമത്തെ ശ്ലോകം. ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതമേകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. അതായത് ഇന്നത്തെ കാലത്ത് ജനങ്ങൾ ഒരേ ഒരു ധർമ്മഗ്രന്ഥത്തെയും ഒരേ ഒരു ഈശ്വരനെയും ഒരേ ഒരു മതത്തെയും ഒരേ ഒരു പ്രവൃത്തിയെയും മാത്രം സ്വീകരിക്കാൻ ഉത്സുകരാണ്. അതുകൊണ്ട് ലോകത്തിന് പൊതുവായ ഏക ഗ്രന്ഥം ഭഗവത്ഗീത ആണ്. സമസ്ത വിശ്വത്തിനും ഒരേ ഒരു ഈശ്വരൻ, അത് ശ്രീകൃഷ്ണനാണ്. ഒരേ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പൊ ഒരേ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് പരമദിവ്യാത്മ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സേവനമാണ്. അപ്പൊ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീത ഉപദേശിച്ചതാണ്. പക്ഷെ ഇന്നും അനേകം ആളുകൾ ഇത് ആവർത്തിച്ച് വായിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഒരിക്കൽ ഒരു നോവല് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം വീണ്ടും വായിക്കാൻ പറഞ്ഞ് നമുക്കതിനൊരു മടുപ്പാണ്. കാരണം നമുക്ക് ഓൾറെഡി അതിന്റെ കഥ അറിയാം എന്നായിരിക്കും പറയുന്നത്. പക്ഷെ നമുക്കും ഭഗവത്ഗീതയെ പറ്റി അറിയാം എന്ന് പറയാൻ നമ്മൾ ആരും ഉത്സുകരല്ല. കാരണം ഒരു ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഭാഗവതം, രാമായണം ഇവയെല്ലാം തന്നെ എത്ര പ്രാവശ്യം വായിച്ചാലും നമുക്ക് ഒരിക്കലും മടുപ്പുണ്ടാകുന്നില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നാമജപവും. അപ്പൊ അതായത് ഭഗവാനെ സംബന്ധിക്കുന്ന ഏതൊരു ശാസ്ത്രവും അതില് നമുക്ക് മടുപ്പ് വരാറില്ല. അപ്പൊ അതിന് കാരണം എന്താന്ന് വെച്ചാല് പ്രഭുപാദരുടെ പുസ്തകമായ നെക്ടർ ഓഫ് ഡിവോഷൻ, ഭക്തിരസാമൃത സിന്ധുവിന് പറയുന്ന ഭഗവാന് 64 ഗുണങ്ങളുണ്ട്. അതില് ഒരു ഗുണമാണ് നിത്യഹരിതൻ. നിത്യഹരിതൻ എന്ന് വെച്ചാല് ഒരിക്കലും എന്നും പുതുമ നിറഞ്ഞതെന്നാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ
ഭഗവത്ഗീത വായിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ ജ്ഞാനത്തിനും മടുപ്പ് വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഭഗവത്ഗീത എത്ര വായിച്ചാലും, ഭാഗവതം വായിച്ചാലും, രാമായണം നമ്മൾ എല്ലാ വർഷവും വായിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് എല്ലാ കഥ അറിയുന്നതാണ്. എന്നാൽ പോലും നമുക്കതിനൊരു മടുപ്പ് വരാത്തത് എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ജ്ഞാനം ഒരിക്കലും എപ്പോഴും പുതുമയുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭഗവത്ഗീത, ഭാഗവതം, രാമായണം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരാത്തത്. ഭഗവാൻ എന്ന് പറയുന്നത് നിത്യഹരിതനാണ്. അപ്പൊ പുതുമ നിറഞ്ഞത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്നും വായിക്കുമ്പോഴും മടുപ്പ് വരുന്നില്ല. അപ്പൊ അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഭഗവത്ഗീത, ഭാഗവതം ഒക്കെ വായിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ 3 ശ്ലോകങ്ങളോടുകൂടി എന്റെ ഗീതാ മഹാത്മ്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എനിക്കിങ്ങനെ ഒരു അവസരം നൽകി തന്ന ഇസ്കോൺ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീല ഗുരുദേവ്ക്ക്, ശ്രീല പ്രഭുപാദ്ക്ക് ജയ്. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ പ്രഭു. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ ബേബി സുരജി മാതാജി. കഴിഞ്ഞ 3 സെഷനുകളായി ഭഗവത്ഗീത മഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തന്ന അതിന് നന്ദി. വളരെ നന്നായി. ഭഗവത്ഗീത മഹാത്മ്യം ഭഗവത്ഗീതയെ പോലെ തന്നെ നിത്യഹരിതമായി നിൽക്കുന്നുവെന്ന് മാതാജി നമുക്ക് പറഞ്ഞു തന്നു. നന്ദി. അടുത്തതായിട്ട് ഹരിനാമത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയാനായിട്ട് ശ്രീകണ്ഠ ദേവിദാസി മാതാജിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേകൃഷ്ണ മാതാജി, ഹരിനാമത്തിന്റെ മഹാത്മ്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. എല്ലാ ഭക്തന്മാർക്കും നമുക്ക് ഇപ്പൊ ഇത് മംഗളാചരണനെ ചെയ്തിട്ട് നമുക്ക് ഹരിനാമ മഹാത്മ്യത്തെ പറ്റി പറയാം. മാതാജി ഒന്ന് ഒച്ചയില് പറയാൻ പറ്റുമോ? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. പക്ഷെ മാതാജിയുടെ മൈക്കിനടുത്ത് അത്ര ക്ലിയർ അല്ല. ബ്രോക്കൺ ആയിട്ടാ കേൾക്കണില്ല. ശരി, ബ്രോക്കൺ ആയിട്ടാണ്. ബ്രേക്ക് ചെയ്ത് പോവാ. മാതാജിയുടെ ഇതിനെന്തോ ഡിവൈസിന് പ്രോബ്ലം ഉള്ളതാണ് ഇതിനകത്ത്. ഇന്നും എന്തോ മതിയോ? ഹരേ കൃഷ്ണ മാതാജി. മാതാജി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഓഫ് ചെയ്തോളൂ, എന്നിട്ട് സംസാരിക്കൂ. ഓക്കെ. ഇത് മാതാജിയുടെ നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത് സ്ലോ എന്നാണ് കാണിക്കുന്നത്. ഒന്ന് വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് നോക്കൂ മാതാജി, എന്നിട്ട് സംസാരിക്കും. കേക്കാവോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടല്ലോ. ഹരേ കൃഷ്ണ മാതാജി. മറ്റേ മൊബൈൽ മ്യൂട്ട് ചെയ്യൂ മാതാജി. ആദ്യം വെച്ചുകൊണ്ടിരുന്ന മൊബൈൽ എക്കോ വരണം. ഇനി പറഞ്ഞോ. മംഗളാചരണം
ചെയ്തിട്ട് നമുക്ക് ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠാബുദലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പ്രാച്യദേശതാരിണേ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും എൻ്റെ സാദര പ്രണാമം. അപ്പൊ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഹരിനാമ മഹാത്മ്യത്തെ പറ്റിയാണ്. അപ്പൊ ഭഗവത്ഗീത, ഭാഗവതം, പുരാണങ്ങൾ, പിന്നെ ഉപനിഷത്തുകൾ, ഇതിലെല്ലാം തന്നെ ഹരിനാമ മഹാത്മ്യത്തെ പറ്റി പറയുന്നുണ്ട്. ഞാൻ ഇന്ന് ചൈതന്യ ചരിതാമൃതം ആദിലീല 83-ാം ശ്ലോകത്തില് പറ്റി പറയുന്നത് എന്താണെന്ന് നോക്കാം. കൃഷ്ണനാമ മഹാമന്ത്രേര ഏയ് തൈ സ്വഭാവ ഏയ് ജപേ താര കൃഷ്ണേ ഉപജയേ ഭാവ. എന്ന് വെച്ചാൽ ഹരിനാമം ജപിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉടൻ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനിൽ പ്രേമപൂർവമായ ആനന്ദം അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ഒരു സവിശേഷതയാണ്. അതുപോലെ ഭാഗവതം 12-ാം സ്കന്ധം 3-ാം അധ്യായം 51-52 ശ്ലോകങ്ങളിലും പറയുന്നുണ്ട്. ഇതിന്റെ ഇത് നമുക്ക് എന്താണെന്ന് നോക്കാം. കലേർ ദോഷേ നിധേ രാജൻ അസ്തി ഹേകോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഘ പരം ബ്രജേ. എന്ന് വെച്ചാല് അതായത് കലിയുഗം ദോഷങ്ങളുടെ ഒരു സംഭരണിയാണ്. നമുക്കറിയാം, നമുക്ക് ചുറ്റും ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ നമ്മെ എത്രമാത്രം ഉത്കണ്ഠയും വേദനയും പിന്നെ ഭയവുമാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ആണെങ്കിലും കലിയുഗത്തിന് ഒരു മഹത് ഗുണമുണ്ട്. അതെന്താണെന്ന് വെച്ചാല് ഹരേ കൃഷ്ണ നാമസങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ഈ ഭവസാഗരത്തിൽ നിന്ന്, ഏതൊരു ജീവാത്മാവിനും ഭവസാഗരത്തിൽ നിന്ന് മുക്തനാവാൻ പറ്റും. അപ്പൊ 52-ാമത്തെ ശ്ലോകത്തില് എന്താന്ന് വെച്ചാ പറയുന്നത്, കൃതേ യധ്യായിത്തോ വിഷ്ണു ശ്രേതായാം യജതോ മഖൈ ദ്വാപരേ പരിചര്യായാം കലൗ തത് ഹരികീർത്തനാത്. യുഗങ്ങൾ നമുക്ക് 4 യുഗങ്ങളാണ് ഉള്ളത്. അതില് സത്യയുഗത്തില് തപസ്സും, ത്രേതായുഗത്തില് യജ്ഞങ്ങളും, ദ്വാപരയുഗത്തില് വിഗ്രഹാരാധനയും, കലിയുഗത്തില് നാമജപമാണ് പറഞ്ഞിരിക്കുന്നത്. യജ്ഞങ്ങളും തപസ്സും ഒന്നും ചെയ്യാതെ തന്നെ കലിയുഗത്തിലെ ശ്രീകൃഷ്ണന്റെ നാമജപം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് മറ്റു യുഗധർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ ഫലം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ജ്ഞാനപ്പാനയിൽ പൂന്താനം തിരുമേനി പറയുന്നത് നിങ്ങളെല്ലാം കേട്ടിരിക്കും. എന്താണ് യുഗം 4-ലും നല്ലു കലിയുഗം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? കലിയുഗ ധർമ്മമായ ശ്രീകൃഷ്ണ സങ്കീർത്തനം അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, സാമ്പത്തിക ബാധ്യതയില്ല. ആർക്കും സ്വഗ്രഹത്തിലിരുന്ന് കൃഷ്ണനാമം അനായാസേന ജപിക്കാം. അപ്പൊ ഭഗവത്ഗീത 10:25 ഭഗവാൻ തന്നെ പറയുന്നുണ്ട് യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ജപയജ്ഞം എന്ന്. അതേപോലെ 8:8 ഭഗവത്ഗീത 8:8 ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്, ഒരു ഭക്തന് ഹരേ കൃഷ്ണ നാമജപത്താൽ തന്റെ ആരാധനാമൂർത്തിയായ ഭഗവാനെ നാരായണൻ, കൃഷ്ണൻ, പിന്നെ രാമൻ എന്നിങ്ങനെ ഏതു രൂപത്തിലും സ്മരിക്കാവുന്നതാണ്. അങ്ങനെ ഈ സ്മരണം കൊണ്ട് തന്നെ അയാൾ പരിശുദ്ധമാക്കപ്പെടുകയും നിരന്തരമായ ജപം കൊണ്ട് അയാൾ പിന്നെ ജീവിതാവസാനം ദൈവ സാമ്രാജ്യത്തിൽ ഉയർത്തപ്പെടുകയും ചെയ്യുമെന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നു. അപ്പൊ ഇത്രയൊക്കെ നാമജപത്തിന് മഹത്വം ഉണ്ടായിട്ടും കലിയുഗത്തിലെ ജനങ്ങള് എന്താണ് പറയുന്നതെന്ന്
മുകുന്ദമാല സ്തോത്രത്തില് കുലശേഖര രാജാവ് പറയുന്നുണ്ട് 38-ാം ശ്ലോകത്തില് ആശ്ചര്യം ഏതദ്ഹി മനുഷ്യലോകെ സുധാം പരിത്യജ്യ വിഷം പിബന്ത് നാമാനി നാരായണ ഗോചരാണി തെക്വാനുവാച കുഹക പഠന്തി എന്ന് വെച്ചാൽ മനുഷ്യ സമൂഹം അമൃതിന് തുല്യമായ ഭഗവാൻ നാരായണന്റെ നാമങ്ങൾ ഉപേക്ഷിച്ചിട്ട് വിഷം കഴിക്കുന്നതിന് തുല്യമായ മറ്റു വിഷയങ്ങളെ പറ്റി എന്ന് വെച്ചാൽ ലൗകിക വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ മനുഷ്യ സമൂഹത്തിലെ ഒരു വലിയ അത്ഭുതമായിട്ടാണ് ഇതിനെ കുലശേഖര രാജാവ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ആധ്യാത്മിക ജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ഭക്തന് അത്യാവശ്യമാണ് മഹാമന്ത്ര ജപം. എന്തൊക്കെ തിരക്കുണ്ടായാലും നമ്മള് ജപത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. നിശ്ചിത സംഖ്യ എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കുകയല്ല നാമജപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിശ്ചിത ഗുണമേന്മയുള്ള നാമജപമാണ് നമ്മളെ ആത്മീയ പുരോഗതിക്ക് ദ്രുതഗതിയിൽ നേടാൻ സഹായിക്കുക. അപ്പൊ അതിനായി നമ്മൾ മഹാമന്ത്രം വ്യക്തമായി തെറ്റുകൂടാതെ ഉച്ചരിക്കണം. കൃഷ്ണനോടുള്ള പ്രാർത്ഥനാഭാവത്തില് വ്യക്തമായി ശ്രദ്ധയോടെ വിനയത്തോടെ നാമജപത്തിൽ തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കി വേണം ജപിക്കാൻ. കഴിയുന്നതും രാവിലെ ഉണർന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇങ്ങനെ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ ഒരുവിനും ദുരിതപൂർണമായ ഈ ഭൗതിക ലോകത്തിലെ ബന്ധനത്തിൽ നിന്ന് മുക്തനാവാനും ഭഗവാന്റെ ധാമമായ ഗോലോക ധാമത്തിലേക്ക് എത്തിപ്പെടാനും സാധിക്കും. അപ്പൊ ഈ അധികം ഉച്ചത്തിലല്ലാതെ അവനവന് കേൾക്കുന്ന വിധത്തില് ജപം ചെയ്താൽ മതി. അപ്പൊ ജപിക്കുക, കേൾക്കുക അത്രമാത്രം മതി നമുക്ക് ഈ ഭൗതിക വേദനകളിൽ നിന്ന് മോചനം നേടാം. അപ്പൊ അതായത് അതിനാൽ നമ്മളെല്ലാവരും ശാസ്ത്രഗ്രന്ഥങ്ങൾ തർപ്പിച്ചു പറയുന്ന ഈ ശാസ്ത്ര സത്യം മനസ്സിലാക്കി ഹരേ കൃഷ്ണ നാമജപം നിത്യേന ജപിച്ച് നമുക്ക് ഈ ദുർലഭമായി ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യ ജന്മം ധന്യമാക്കാം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് की जय, ശ്രീല ഗുരുദേവ് की जय. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് ഹരിനാമത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു തന്ന ശ്രീകണ്ഠ ദേവി ദാസ് മാതാജിക്ക് നന്ദി പറയുന്നു. മാതാജി തികച്ചും പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. കലിയുഗധർമ്മമായിട്ടുള്ള ഹരിനാമ സങ്കീർത്തനം അത് നമുക്ക് ആധ്യാത്മിക ജീവിതത്തിന്റെ അവശ്യ ഘടകമാണ്. എന്നിരുന്നാലും അത് നമുക്ക് അനായാസം തന്നെ ചെയ്യാൻ പറ്റുമെന്ന് മാതാജി നമുക്ക് പറഞ്ഞു തന്നു. നന്ദി. ഹരേകൃഷ്ണ മാതാജി. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മള് ഭഗവത്ഗീത ശ്ലോകങ്ങള് ഇന്ന് 4-ാമത്തെ അധ്യായം തുടങ്ങുവാണ്. അതിനായിട്ട് നമുക്ക് ഇവിടെ സുചാരു ജാനദേവി ദാസി മാതാജിയാണ് ഇന്ന് നമുക്കത് ശ്ലോകങ്ങൾ പറഞ്ഞു തരുന്നത്. മാതാജിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാതാജി യഥാർത്ഥ പേര് സുധന്യ ബാബു എന്നാണ്. ദീക്ഷ പേരാണ് സുചാരു ജാനവാദേവി ദാസി. മാതാജി നാട്ടില് കോഴഞ്ചേരി എന്നാണ്. പക്ഷെ എന്നാലും ഇപ്പോഴ് വളരെ വർഷങ്ങളായിട്ട് ഖത്തറിൽ താമസിക്കുകയാണ്. മാതാജി ഹിസ് ഹോൾനെസ് ജയപ്രകാശ് സ്വാമി മഹാരാജിൽ നിന്നാണ് ദീക്ഷ സ്വീകരിച്ചത്. മാതാജിയുടെ ഹസ്ബൻഡും മഹാരാജിന്റെ തന്നെ ശിഷ്യനാകുന്നു. 2006 ഇസ്കോണിൽ ജോയിൻ ചെയ്തു. ഇവർക്ക് ഈ ദമ്പതികൾക്ക് 2 കുട്ടികളാണ്, ഒരു മകളും ഒരു മകനും. മകള് MBBS ഡോക്ടറാണ്, കംപ്ലീറ്റ് ചെയ്തു. മകൻ ഡോക്ടറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാതാജിയെ കുറിച്ച് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കണം മാതാജി. എന്തെന്നാൽ മാതാജിയുടെ വീഡിയോസ് എല്ലായ്പ്പോഴും ആൾക്കാർ ദിവസം തോറും കാണാറുണ്ട്. മാതാജി ദിവസേന എന്നോണം
ഭഗവത്ഗീതയെക്കുറിച്ചും ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച്, ഏകാദശിയെക്കുറിച്ച്, ഭഗവത്ഗീതയെക്കുറിച്ച്, ഹരിനാമത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് എല്ലാം തന്നെ വീഡിയോസ് തുടർച്ചയായിട്ട് ചേർത്ത് യൂട്യൂബിൽ വളരെ തികഞ്ഞ സാന്നിധ്യമാണ് മാതാജിയുടേത്. മാതാജിയുടെ നിന്നും ഈ 4-ാമത്തെ അധ്യായത്തിന്റെ ശ്ലോകങ്ങളെ കുറിച്ച് കേൾക്കാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. മാതാജി, ഓവർ ടു യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശ്ലാഘയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദേ പാശ്ചാത്യദേശധാരിണേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ആഴ്ചകളായിട്ട് ഭഗവത്ഗീതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 4-ാമത്തെ അധ്യായം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുവരെ നമ്മൾ എന്ത് പഠിച്ചു എന്ന് നമുക്ക് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കാം. ജസ്റ്റ് ഒരു റീക്യാപ്പ്. അപ്പോൾ ഇതുവരെ 3 അധ്യായങ്ങൾ നമ്മൾ മുഴുവനായിട്ടും പഠിച്ചു. അപ്പോൾ മുഴുവനായിട്ടും നമ്മൾ അതിലെ എല്ലാ ശ്ലോകങ്ങളും ചർച്ച ചെയ്തു. ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണവും അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാനായി ഭഗവാന് മുൻപിൽ നിരത്തുന്ന കാരണങ്ങളും 1-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടു. ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന വിഷമകരമായ ശരിയായ തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരാശയക്കുഴപ്പം നേരിട്ട സാഹചര്യത്തിൽ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ, ശരിയായ തീരുമാനമെടുക്കാൻ തനിക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അർജുനൻ ഭഗവാനെ ഗുരുവായി സ്വീകരിക്കുന്നതാണ് 2-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അത്രയും നേരം അല്ലെ ഒരു സുഹൃത്തിനെ പോലെ പെരുമാറിയിരുന്ന ഭഗവാൻ പെട്ടെന്ന് ഗുരുവിന്റെ രൂപത്തിലേക്ക് മാറുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതിനുശേഷമാണ് അർജുനനോട് ഭഗവാൻ ഗുരുവിനെ പോലെ സംസാരിക്കാൻ ആരംഭിച്ചത്. അല്ലെ, ഒരു സുഹൃത്തിന് ഒരിക്കലും ഒരു ഗുരുവിനെ പോലെ സംസാരിക്കാൻ കഴിയില്ല. ഒരു ബന്ധുവിന് ഒരിക്കലും ഗുരുവിനെ പോലെ സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനന്റെ ഗുരുവിന്റെ സ്ഥാനം ഏറ്റെടുത്ത് ഗുരു എപ്രകാരം തന്റെ ശിഷ്യനെ ഉപദേശിക്കുമോ അതുപോലെ അർജുനന് ഗീത ഉപദേശങ്ങൾ പകർന്നു നൽകുന്നത്. അപ്പോൾ യഥാർത്ഥത്തില് അർജുനൻ ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നതിന് ശേഷമാണ് ഭഗവത്ഗീത യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് എന്ന് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ഭഗവത്ഗീതയുടെ ഉപദേശങ്ങൾ ആരംഭിക്കുന്നത് അവിടെ മുതലാണ്. അപ്പൊ അതിനുശേഷമാണ് ഭഗവാൻ ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് നമുക്ക് ഏകദേശം 19ഓളം ശ്ലോകങ്ങളിൽ വിശദമാക്കി തരുന്നുണ്ട്. നമുക്ക് പിന്നീട് 2-ാമത്തെ അധ്യായത്തിന്റെ തുടർച്ചയായിട്ട് നമുക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നതെന്നും അതുപോലെ നിഷ്കാമ കർമ്മയോഗത്തെക്കുറിച്ചും ബുദ്ധിയോഗത്തിന്റെ പ്രയോജനങ്ങളെക്കുറിച്ചും ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങളെക്കുറിച്ചുമൊക്കെ ഭഗവാൻ നമുക്ക് വിശദമായിട്ട് 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തന്നു. അപ്പോൾ അർജുനന്റെ ചോദ്യത്തോടുകൂടി ആരംഭിച്ച 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ നിഷ്കാമ കർമ്മയോഗത്തെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു. അതുപോലെ നാം നിത്യവും ചെയ്യുന്ന കർമ്മങ്ങൾ വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന നിലയിൽ ചെയ്ത് പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തനാകാനും വേദങ്ങളിൽ നിഷ്കർഷിച്ചിട്ടുള്ള കർമ്മകാണ്ഡങ്ങളിൽ നിന്നും കർമ്മയോഗത്തിലേക്കും പാപപ്രതികരണങ്ങളില്ലാതെ കർമ്മം എങ്ങനെ ചെയ്യാമെന്നും ഭഗവാനു വേണ്ടി എപ്രകാരം നമ്മുടെ നിത്യകർമ്മങ്ങളും നിയതകർമ്മങ്ങളും കാമത്തിൽ നിന്ന് മോചിതരായി. കാമം എന്നാൽ ഇവിടെ അർത്ഥമാക്കുന്നത് ആഗ്രഹങ്ങളാണ്. അപ്പോൾ ആ ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ, അതായത് നമുക്ക് ഫലം നേടണം എന്നുള്ള ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ മോചിതമായി എപ്രകാരം നമ്മുടെ കർമ്മങ്ങള് കാമത്തിന് അതീതമായിട്ട് ചെയ്യാമെന്ന് ഭഗവാൻ നമുക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇനിയുള്ള ശ്ലോകങ്ങളിലെ ഭഗവാൻ 3-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ആ കാമത്തെ എങ്ങനെ നമുക്ക് തോൽപ്പിച്ചു മുന്നേറാം എന്ന് പറഞ്ഞു തന്നു. അതിനുശേഷം ഈ 4-ാമത്തെ അധ്യായത്തില് ഭഗവാൻ പറയുന്നത് എപ്പോഴും നമുക്ക് അല്ലെ നമ്മളെ ഭൗതികതയിൽ തളച്ചിടുന്ന ആ കാമത്തെ എപ്രകാരം ജ്ഞാനം കൊണ്ട് കീഴ്പ്പെടുത്താം,
എങ്ങനെ ജ്ഞാനം കൊണ്ട് ആ കാമത്തിനെ മറികടക്കാം എന്നതാണ് ഭഗവാൻ ഈ 4-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ 4-ാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് അതീന്ദ്രിയ ജ്ഞാനം എന്നാണ്. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് അതീന്ദ്രിയ ജ്ഞാനമാണ്. അതായത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള ജ്ഞാനം, മനുഷ്യനിർമ്മിതമല്ലാത്ത ജ്ഞാനം. അതുകൊണ്ടാണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് ഈ അധ്യായത്തിന് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഈ അധ്യായത്തില് തന്നെ കുറിച്ചിട്ടുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അപ്പൊ ഇത്രയും നാളും, അതായത് 1-ാമത്തെ അധ്യായത്തിലും 2-ാമത്തെ അധ്യായത്തിലും 3-ാമത്തെ അധ്യായത്തിലും ഭഗവാൻ തന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വിശദമാക്കിയിട്ടില്ല. ഈ 4-ാമത്തെ അധ്യായത്തിലാണ് തന്നെ കുറിച്ചും ഭഗവത്ഗീതയുടെ ചരിത്രത്തെക്കുറിച്ചുമുള്ള രഹസ്യങ്ങൾ ഭഗവാൻ വെളിപ്പെടുത്തുന്നത്. ഭഗവത്ഗീതയുടെ ചരിത്രം വിശദമാക്കുകയാണ് ഈ ഒരു അധ്യായത്തിൽ ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഭഗവാൻ നമുക്ക് ഭഗവത്ഗീത തന്നത്? ഇപ്പൊ നമ്മുടെ വീട്ടില് പല പല ഉപകരണങ്ങൾ വാങ്ങാറുണ്ട് അല്ലെ? TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൊബൈല്, അങ്ങനെ പല പല പുതിയ വസ്തുക്കള് നാം കരസ്ഥമാക്കാറുണ്ട്. അപ്പൊ അതിനോടൊപ്പം ഒരു ചെറിയൊരു പുസ്തകം നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട് അല്ലെ? മാനുവൽ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതെന്തിനാണ് ആ പുസ്തകം ആ TV-യുടെയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെയോ മൊബൈലിന്റെ കൂടെയോ വെക്കുന്നത്? കാരണം അത് നിർമ്മിച്ച കമ്പനി ആ ഉപകരണം എങ്ങനെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കാം എന്ന് വ്യക്തമായിട്ടും കൃത്യനിഷ്ഠമായിട്ടും നമ്മൾക്ക് പറഞ്ഞു നൽകുന്നതാണ് ആ ഒരു ചെറിയ പുസ്തകത്തിലൂടെ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് യഥാവിധി അനുസരിക്കുകയും ആ കമ്പനി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഉപകരണം പ്രവർത്തിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്താൽ വളരെ കാലം നമുക്ക് കേടുകൂടാതെ കാര്യക്ഷമമായിട്ട് ആ ഉപകരണം പ്രവർത്തിപ്പിക്കാൻ സാധിക്കും അല്ലെ? അതേപോലെ മനുഷ്യരെ സൃഷ്ടിച്ച ഭഗവാൻ അല്ലെ, ആ മനുഷ്യൻ എങ്ങനെ തൻ്റെ ജീവിതം ആശങ്കകളും ഭയവും ഉത്കണ്ഠയുമില്ലാതെ സമാധാനവും സന്തോഷവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് തന്നിരിക്കുന്ന മാനുവലാണ് ഭഗവത്ഗീത. അപ്പോൾ അതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിലൂടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട്, സന്തോഷം കണ്ടെത്താനുള്ള വഴികളുണ്ട്, ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന മാർഗങ്ങളുണ്ട്. ഭഗവത്ഗീത യഥാർത്ഥമായി പഠിക്കുന്നതിലൂടെ ഈ പറയുന്ന നേട്ടങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് നമുക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഈ അധ്യായം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 1 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളാണ്. അപ്പോൾ അതില് 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളിലെ ഭഗവാൻ ഭഗവത്ഗീതയുടെ ചരിത്രത്തെ കുറിച്ചിട്ടാണ് നമുക്ക് പറഞ്ഞു നൽകുന്നത്. 5 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളില് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ചരിത്രവും ഭഗവാൻ അവതരിക്കാനുള്ള കാരണങ്ങളുമാണ് ഭഗവാൻ വിശദമാക്കുന്നത്. 11 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളില് ഭഗവാൻ എല്ലാ മാർഗങ്ങളുടെയും സൃഷ്ടിയുമാണ് പരിസമാപ്തിയുമാണ്, അതിനെക്കുറിച്ചിട്ടാണ് ഭഗവാൻ സംസാരിക്കുന്നത്. 16 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങളില് ജ്ഞാനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഭഗവാൻ സംസാരിക്കുന്നത്. 34 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളിൽ അതീന്ദ്രിയ ജ്ഞാനം കൈവരിക്കേണ്ട മാർഗങ്ങളും ജ്ഞാനം കൈവരിക്കുമ്പോൾ നമുക്ക് വന്നു ചേരുന്ന നേട്ടങ്ങളെയും കുറിച്ചിട്ടുമാണ് ഭഗവാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1-ാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വദേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനൂരിക്ഷാഗവേ അബ്രവീത്. വിവർത്തനം. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചു. വിവസ്വാൻ മനുഷ്യവംശ പിതാവായ മനുവിനും മനു ഇക്ഷാകുവിനും ഉപദേശിച്ചു. അപ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയുടെ ചരിത്രം പറയുകയാണ് അല്ലെ? അപ്പോൾ എങ്ങനെയാണ് ഭഗവത്ഗീത വന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ രാജവംശജർക്കായിട്ടാണ് ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? കാരണം ഭരണകർത്താക്കളായിട്ടുള്ള രാജാക്കന്മാര് ജനങ്ങളെ, അവരുടെ പ്രജകളെ ഭൗതിക ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നതിനുമായിട്ട് ഭഗവത്ഗീത ശാസ്ത്രം ഉൾക്കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഭഗവാൻ രാജവംശത്തിന്റെ അധിപതികൾക്കായിട്ട് ഈ ഭഗവത്ഗീത ആദ്യം തന്നെ
ഉപദേശിച്ചു നൽകിയത്. അപ്പോൾ എപ്രകാരം തൻ്റെ പ്രജകളെ നല്ല രീതിയിൽ ഭരണം നടത്താമെന്നും അവരെ എപ്രകാരം ആത്മസാക്ഷാത്കാര പാതയിലേക്ക് ഉയർത്താമെന്നും മനസ്സിലാക്കേണ്ടത് രാജാക്കന്മാർക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം അല്ലെ, ഇത്തരം ജ്ഞാനമൊന്നും കൈവരിക്കാത്ത ഭരണകർത്താക്കളുടെ ഭരണം മൂലം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഭഗവാന്റെ ഉദ്ദേശം നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്, തൻ്റെ പ്രജകളെ ഭഗവാനിലേക്ക് നയിക്കാത്ത രാജാവ് യഥാർത്ഥ രാജാവല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെയാണ് തൻ്റെ മക്കളെ ഭഗവാനിലേക്ക് നയിക്കാത്ത അച്ഛനും അമ്മയും യഥാർത്ഥ അച്ഛനും അമ്മയും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് ഭഗവത്ഗീത പോലെയുള്ള ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടതും വളരെ ഉചിതമായിട്ടുള്ള കാര്യമായിട്ട് മാറുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് അല്ലെ, തൻ്റെ പ്രജകളെ എപ്രകാരം നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ച് ആത്മസാക്ഷാത്കാര പാതയിലേക്ക് ഉയർത്താമെന്ന് ഒരു രാജാവിന് ഉത്കണ്ഠയുണ്ടാവേണ്ടതും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതും അത്യാവശ്യമായതുകൊണ്ടാണ് ഭഗവാൻ രാജവംശത്തിന്റെ അധിപതികൾക്കായിട്ട് ഭഗവത്ഗീത ഉപദേശിച്ചത്. അത് ഭഗവാൻ സൂര്യദേവനായിട്ടുള്ള വിവസ്വാന് ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ ഗ്രഹങ്ങളുടെ അധിപനാണ് സൂര്യൻ അല്ലെ. അപ്പൊ ആ സൂര്യൻ സഞ്ചരിക്കുന്നത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കൃഷ്ണന്റെ ആജ്ഞ അനുസരിച്ച് സഞ്ചരിക്കുന്ന സൂര്യനും ഭഗവാന്റെ ഭഗവത്ഗീത ഉപദേശങ്ങൾ ഭഗവാനിൽ നിന്ന് ഏറ്റുവാങ്ങി അപ്പോൾ അപ്പോൾ ഓരോ അതിനുശേഷം ഇക്ഷ്വാകുവിന് സൂര്യദേവനായി വിവസ്വാൻ ഉപദേശിച്ചു. വിവസ്വാൻ മനുഷ്യവംശ പിതാവായ മനുവിനും മനു തൻ്റെ പുത്രനായിട്ടുള്ള ഇക്ഷ്വാകുവിനും ഇത് ഉപദേശിച്ചു. അപ്പോൾ അങ്ങനെ 5000 വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ അത് അർജുനന് വീണ്ടും ഉപദേശിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഭഗവാൻ ഉപദേശിച്ചത് കൊണ്ട് ഗീത വേദങ്ങളെ പോലെ തന്നെ വിശിഷ്ടമാണ്. അപൗരുഷേയം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപൗരുഷേയം എന്നാൽ മനുഷ്യകൃതമല്ലാത്തത് എന്നാണ് അർത്ഥം. അപ്പൊ എന്തിനാണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചത് എന്നാണ് ഭഗവാൻ അടുത്തൊരു ശ്ലോകത്തിൽ പറയുന്നത്. അതായത് വീണ്ടും ഉപദേശിച്ചത് എന്തിനാണ് എന്ന്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു 5000 വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തു. അപ്പൊ എന്തിനാണ് ഭഗവാൻ, ഓൾറെഡി ഭഗവത്ഗീത ഉണ്ട് അല്ലെ, പിന്നെ എന്തിനാണ് 5000 വർഷങ്ങൾക്ക് മുൻപ് വീണ്ടും ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത് എന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. ശ്ലോകം 2. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേഹ മഹദാ യോഗോ നഷ്ട പരം തപാ. വിവർത്തനം. അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായമാവുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ പറയാണ്, രാജർഷികൾക്കായിട്ട് രാജാക്കന്മാർക്കായിട്ട് ഉപദേശിച്ചു കൊടുത്ത ആ ഒരു ഭഗവത്ഗീതയുടെ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞുപോയി, അത് നഷ്ടപ്രായമായി. അതായത് ആ ഒരു ഗുരുശിഷ്യ പരമ്പര മുറിഞ്ഞു പോയപ്പോൾ ഈ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനങ്ങൾക്ക് പല മാനങ്ങൾ കൽപ്പിക്കപ്പെട്ടു. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ അത് വീണ്ടും ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തങ്ങൾക്ക് തോന്നുന്നത് പോലെ ഓരോരോ വ്യാഖ്യാനങ്ങൾ നൽകാനായിട്ട് ആരംഭിച്ചപ്പോൾ ഭഗവത്ഗീതയുടെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തിന് മൂല്യച്യുതി സംഭവിച്ചു. അപ്പോഴാണ് ഭഗവാൻ അത് വീണ്ടും അർജുനനിലൂടെ ഉപദേശിച്ചു തരുന്നത് നമുക്ക്. അപ്പോൾ കൃഷ്ണന്റെ വചനങ്ങളാണ് ഭഗവത്ഗീത അല്ലെ. ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീത എന്ന നാമം ഇതിന് കൈവന്നത്. ഇപ്പോൾ തത്വജ്ഞാനപരമായിട്ടുള്ള ഊഹാപോഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഉപന്യാസമായിട്ട് ഒരിക്കലും ഭഗവത്ഗീതയെ കണക്കാക്കരുത്. കാരണം ഭഗവാന്റെ മുഖത്ത് നിന്ന് ഉത്ഭവിക്കുന്നതായതുകൊണ്ട് ഭഗവത്ഗീത അതിവിശിഷ്ടമായിട്ടുള്ള ഗ്രന്ഥമാണ്. അപ്പോൾ അർജുനനെ പോലെ ആവണം നമ്മൾ ഭഗവത്ഗീത പഠിക്കേണ്ടതെന്ന് ഈ ഭഗവത്ഗീതയുടെ അവതാരികയിൽ ശ്രീല പ്രഭുപാദ നമ്മളോട് പറയുന്നുണ്ട്. ഭഗവാനെ നാം തത്വത്തിൽ മനസ്സിലാക്കുകയും ഭഗവത്ഗീത അതേ പ്രാധാന്യത്തോടെ നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി എന്തിനാണ്
ഭഗവത്ഗീത ഉപദേശിക്കാനായിട്ട് അർജുനനെ തിരഞ്ഞെടുത്തത് അല്ലെ? കാരണം പാണ്ഡവരെ തന്നെ നോക്കിയാല് മറ്റ് 4 പേരുണ്ട് അല്ലെ? യുധിഷ്ഠിരനുണ്ട്, ഭീമനുണ്ട്, സഹദേവൻ, നകുലൻ, ഇവരൊക്കെ ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ തന്നെ തിരഞ്ഞെടുത്തത്? അതിനുള്ള കാരണമാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ നൽകുന്നത്. ശ്ലോകം 3. സ ഏവായം മയാ തേധ്യാ യോഗ പ്രോക്താ പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. വിവർത്തനം: നീ എന്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് അതീന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട്. അപ്പോ ഭഗവാൻ ഇവിടെ പറയാണ് അല്ലെ, അതീന്ദ്രിയമായിട്ടുള്ള ഗുപ്തജ്ഞാനം എന്നാണ് പറയുന്നത്, രഹസ്യമായിട്ടുള്ള ജ്ഞാനം. അതാണ് നമ്മളിപ്പോ ഗുരുക്കന്മാരുടെ കൃപ കൊണ്ട്, ഭഗവാന്റെ കൃപ കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭഗവത്ഗീത. അപ്പോൾ ഭഗവാൻ പറയാണ്, എന്തിനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് എന്ന് പറയാണ് അർജുനനോട്. നീ എൻ്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ നിനക്ക് പകർന്നു നൽകുന്നത് എന്ന് പറയാണ്. 9-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, അനസൂയവേ, നിനക്ക് എന്നോട് തെല്ലും അസൂയയില്ല. അതും അർജുനന്റെ ഒരു ക്വാളിറ്റിയാണ്. അപ്പോ ഇതാണ്, ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഭഗവാൻ അർജുനനെ ഭഗവത്ഗീതയുടെ ശാസ്ത്രം പകർന്നു നൽകാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇവിടെ പ്രഭുപാദ പറയുന്നുണ്ട്, ഭക്തന്മാരും അസുരന്മാരുമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ തന്റെ ഭക്തനായതുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ ഈ മഹത്തായ ശാസ്ത്രം പഠിക്കാൻ ആധികാരികമായിട്ട് സ്വീകരിച്ചത്. അപ്പോൾ ഭക്തന്മാരുടെ വ്യാഖ്യാനങ്ങൾ എപ്പോഴും സത്യത്തെ വെളിപ്പെടുത്തുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അർജുനനിൽ നിന്ന് തുടങ്ങുന്ന ഗുരുശിഷ്യ പരമ്പരയെ പിന്തുടരാൻ ശ്രമിക്കുകയും ഉത്കൃഷ്ടമായിട്ടുള്ള ഈ ഭഗവത്ഗീത നാം ആ ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് പഠിക്കുവാനും ശ്രമിച്ചാൽ നമുക്കതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പ്രയോജനം ലഭ്യമാകും. ഇപ്പൊ അർജുനന് ഒരു സംശയം തോന്നുകയാണ് അല്ലെ, വിവസ്വാനായിട്ടുള്ള സൂര്യദേവനായിട്ടുള്ള വിവസ്വാനും മനുഷ്യവംശ പിതാവായിട്ടുള്ള മനുവിനും അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ഇക്ഷ്വാകുവിനും ഈ ശാസ്ത്രം ഉപദേശിച്ചു അല്ലെ. ഇപ്പോ എനിക്ക് ഇത് ഉപദേശിച്ച് തരുന്നു എന്ന് അങ്ങ് പറയുന്നു, ഇതിനെ ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് അർജുനന് സംശയം തോന്നുകയാണ്. അപ്പൊ ഭഗവാനോട് അർജുനൻ ആ സംശയം ഉടനെ തന്നെ ചോദിക്കുകയാണ്. അടുത്ത ശ്ലോകം 4. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്തുതഃ കഥമേതദ്വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. വിവർത്തനം: അർജുനൻ പറഞ്ഞു, വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങയേക്കാൾ വളരെ മുമ്പ് ജനിച്ചെന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകി എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിക്കുകയാണ്. ഇത് അർജുനന്റെ സംശയമാണോ? അല്ലേ, അർജുനന്റെ സംശയമല്ല. കാരണം അർജുനൻ ഭഗവാന്റെ സന്തത സഹചാരിയാണ്. അർജുനൻ ഭഗവാനോട് എപ്പോഴും കൂടെയുള്ള ആളാണ് അല്ലെ. എന്തിനാണ് പിന്നെ അർജുനൻ ഇത്തരത്തിലുള്ള ഒരു സംശയം ചോദിക്കുന്നത്? അർജുനൻ ചോദിക്കുന്നത് പിൽക്കാലത്ത് വന്നു ചേർന്നേക്കാവുന്ന അല്ലെ, നമ്മളെ പോലെയുള്ള ഭഗവാനിലെ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് വേണ്ടി, കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി അംഗീകരിക്കുവാൻ മടി തോന്നുന്നവർക്കായിട്ട്, അവർക്ക് വേണ്ടി അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒന്നും അറിയാത്ത ഒരാളെ പോലെ അർജുനൻ ഭഗവാനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോൾ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ, അതുപോലെ എല്ലാത്തിൻ്റെയും ഉടമയും അല്ലെ, ഉടമയും കാരണവും ഭഗവാനാണ്. പരമദിവ്യോത്തമ പുരുഷൻ അതീന്ദ്രിയതയുടെ പരമകോടിയാണ് എന്ന് അർജുനന് വ്യക്തമായിട്ട് അറിയാം. അർജുനന് യാതൊരു സംശയവുമില്ല ഭഗവാന്റെ പരമദിവ്യത്വത്തെ പറ്റി, അല്ലെങ്കിൽ ഭഗവാന്റെ സുപ്രീമസിയെ പറ്റിയിട്ട്. നമുക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ ഭഗവാനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഭഗവാന് പരമപുരുഷനായ ഭഗവാനായി, സനാതനനായി, ആദിപുമാനായി തുടരാനാകുമെന്ന് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ, സംശയമാണ് എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നോർത്ത്. അതിനുള്ള ഉത്തരമാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ നൽകുന്നത്. അടുത്ത ശ്ലോകം 5. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരം തപാ. വിവർത്തനം: ശ്രീ ഭഗവാൻ പറഞ്ഞു, ശത്രുക്കളെ കീഴടക്കുന്നവനെ, എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. എനിക്കതെല്ലാം ഓർമ്മിക്കാൻ കഴിയും, നിനക്കത് സാധ്യമല്ല. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് അല്ലെ. ഭഗവാൻ പറയാണ്,
ശത്രുക്കളെ കീഴടക്കുന്നവനെ, അത് അർജുനന്റെ ഒരു ക്വാളിറ്റിയാണ്, യോഗ്യതയാണ്. അപ്പൊ എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയി അല്ലെ, പക്ഷേ എനിക്ക് എല്ലാ ജന്മങ്ങളെ കുറിച്ചിട്ടും, അതായത് എല്ലാ അവതാരങ്ങളെ കുറിച്ചിട്ടും ഓർമ്മയുണ്ട്, നിനക്കതൊന്നും ഓർമ്മിക്കാൻ സാധ്യമല്ല എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ നമ്മളും ഭഗവാനും തമ്മിലുള്ള വലിയൊരു വ്യത്യാസത്തെ കുറിച്ചിട്ടാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നത്. ഇപ്പൊ ഭഗവാന്റെ സന്തത സഹചാരിയാണ് അർജുനനെ പോലെയുള്ള ഭക്തന്മാര്. ഇപ്പൊ ഭഗവാന്റെ അവതാര കാലത്ത് പല രൂപത്തിലും ഭഗവത് സേവനം നിർവഹിക്കാനായിട്ട് എല്ലാവരും തന്നെ ഭഗവാനോടൊപ്പം വരാറുണ്ട്. അപ്പോൾ ഭഗവാനെ കുറിച്ചിട്ട് സംശയങ്ങൾ ഉള്ളത് കൊണ്ടല്ല അർജുനൻ ഇത്തരത്തിൽ ചോദിക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ ഈ ചോദ്യങ്ങളെല്ലാം ഭഗവാനോട് ചോദിക്കുന്നത്. ഇപ്പൊ ഭഗവാന് അസംഖ്യം നാമങ്ങളുണ്ട് അല്ലെ, അതിലൊരു നാമമാണ് അച്യുതൻ. ചുതി പറ്റാത്തവൻ അല്ലെങ്കിൽ തെറ്റു പറ്റാത്തവൻ എന്നാണ് ഭഗവാന്റെ അച്യുതൻ എന്ന നാമത്തിന്റെ അർത്ഥം. ഇപ്പൊ ഭഗവാൻ അതീന്ദ്രിയ സ്വഭാവമാണ് ഭഗവാന്. അതുപോലെ ഭഗവാന്റെ ശരീരം സച്ചിദാനന്ദമയമാണ്. അപ്പോൾ ആ സച്ചിദാനന്ദമയമായിട്ടുള്ള ഭഗവാന്റെ ശരീരം ഒരിക്കലും മാറുന്നില്ല. പക്ഷെ നമ്മുടെ ശരീരം അടിക്കടി ഇല്ലെ, നമ്മൾ ഒരു ശരീരത്തിൽ നിന്ന് അടുത്ത ശരീരത്തിലേക്ക് ഇങ്ങനെ ഇടതടവില്ലാണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പറ്റിയിട്ടാണ് ശങ്കരാചാര്യ പറയുന്നത് പുനരഭി ജനനം പുനരഭി മരണം പുനരഭി ജനനി ജതരേ ശയനം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മറ്റൊരമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഇടതടവില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരോ ശരീരങ്ങൾ മാറി മാറി വരും. അജംചത്ത് ഗജമായി, ഗജം ചത്ത് നാരിയായി, നാരി ചത്ത് ഒരു ഓരിയായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ അതുപോലെ ഇങ്ങനെ ശരീരങ്ങൾ മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് അതീന്ദ്രിയമാണ്, ആധ്യാത്മികമാണ്, സച്ചിദാനന്ദമയമാണ്. അതൊരിക്കലും മാറുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാന് എല്ലാം ഓർമ്മ വരുന്നത് അല്ലെ, അദ്ദേഹം ഭഗവാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജീവാത്മാക്കളുടേതുപോലെ മറവിയില്ലാത്തത്, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഇരിക്കുന്നത്. പക്ഷെ അർജുനൻ അങ്ങനെയല്ല. അർജുനൻ ജീവാത്മാവായതുകൊണ്ട് ഇങ്ങനെ ശരീരങ്ങൾ മാറി മാറി വന്നപ്പോ മുൻപുണ്ടായിരുന്ന ജന്മത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അർജുനന് ഇല്ലാതെ പോകുന്നു. അതാണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ അവതാരങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. ശ്ലോകം 6. അജോ അപി സന്നവയാത്മാ ഭൂതാനാമീശ്വരോ അപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമി ആത്മമായയാ. ഭഗവാൻ പറയാണ് എങ്ങനെയാണ് എൻ്റെ അവതാരങ്ങൾ സംഭവിക്കുന്നത് എന്ന് പറയാണ്. വിവർത്തനം: എനിക്ക് പിറവിയില്ല, എൻ്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയുമില്ല, ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണു ഞാൻ. എന്നിരിക്കലും യുഗം തോറും എൻ്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറയാണ് എൻ്റെ അതീന്ദ്രിയമായിട്ടുള്ള ശരീരത്തിന് ഒരിക്കലും നാശമില്ല, ജീവജാലങ്ങളുടെ എല്ലാം അധിപതിയാണ് ഞാൻ എന്ന് പറയാണ്. എങ്കിലും ഭഗവാൻ ഓരോ യുഗം തോറും അവതരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാൻ ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് മാറുന്നില്ല, നമ്മളാണ് അത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ നമ്മള് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അല്ലെ, മഹാഭാരത യുദ്ധമൊക്കെ നമ്മൾ പണ്ട് TV-യിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഭഗവാൻ ഒരു യൗവനയുക്തനായിട്ടാണ് അല്ലെ, നിറഞ്ഞ സൗന്ദര്യത്തിന് നിറകുടമായിട്ടാണ് ഭഗവാൻ അവിടെ നിറഞ്ഞു നിന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു വയസ്സനായിട്ട് താടിയും മുടിയും നരച്ച ഒരാളായിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചിത്രത്തില്? ഒരിക്കലും കണ്ടിട്ടില്ല അല്ലെ. ഭഗവാൻ എപ്പോഴും യുക്തമായിട്ടിരിക്കുന്ന ആളാണ്. ഭഗവാൻ ഒരിക്കലും വാർദ്ധക്യം ബാധിക്കില്ല. നമ്മൾക്കാണ് ജരാനരകളും വാർദ്ധക്യവും എല്ലാം ബാധിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് അതീന്ദ്രിയമാണ്. അപ്പോൾ ഭഗവാൻ ഇവിടെ പറഞ്ഞു അല്ലെ, യുഗം തോറും ഞാൻ അവതരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറയാണ് എന്തിനാണ് ഞാൻ അവതരിക്കുന്നത്, യുഗം തോറും എന്തിനാണ് ഞാൻ വരുന്നത് എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയാണ്. ശ്ലോകം 7. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. വിവർത്തനം: എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു. ഹേ ഭാരത എന്ന് പറയാണ്.
അപ്പോൾ ഇവിടെ ഭഗവാൻ പറയാണ്, എപ്പോഴാണ് ധർമ്മത്തിന് ച്യുതി സംഭവിക്കുക, എപ്പോഴാണ് അധർമ്മം തഴച്ചു വളരുക, അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ ഭഗവാനെ നമ്മൾ ഒരിക്കലും നമ്മുടെ ജനനവുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കരുത്. നമ്മുടെ ജനനം പോലെ അല്ല ഭഗവാന്റെ അവതാരം. ഇവിടെ സൃജാമി എന്ന് പറയുന്ന വാക്ക് വളരെയധികം അർത്ഥവത്താണ്. അപ്പോൾ സൃജാമി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഭഗവാൻ അവതരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ ഭഗവാൻ എന്തിനാണ് അവതരിക്കുന്നത്? ഭഗവാൻ ഇവിടെ പറഞ്ഞു അല്ലെ, അധർമ്മം തഴച്ചു വളരുമ്പോൾ, ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോഴെല്ലാം ഭഗവാൻ വരുന്നു എന്ന് പറഞ്ഞു. അടുത്തത് ഭഗവാന്റെ അവതാരത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ചിട്ടാണ് ഭഗവാൻ സംസാരിക്കുന്നത്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. വിവർത്തനം: ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗം തോറും ഞാൻ അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ഭഗവാൻ പറയാണ്. അപ്പോൾ ഭക്തന്മാരെ രക്ഷിക്കാൻ അല്ലെ, ദുഷ്കൃതികളെ നിഗ്രഹിക്കാൻ, നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ അല്ലെങ്കിൽ കഥകൾ നമുക്ക് അറിവുള്ളതാണ്. ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ഭക്തന്മാരെ രക്ഷിക്കാനുമായിട്ട് ഭഗവാൻ വന്നത്. പ്രഹ്ലാദ മഹാരാജാവ് അല്ലെ, പ്രഹ്ലാദനെ രക്ഷിക്കാൻ നരസിംഹ ഭഗവാനായിട്ട് വന്നു. അങ്ങനെ പല പല ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അങ്ങനെ കംസനെ വധിച്ചിട്ട് അല്ലെ, സ്വന്തം മാതാപിതാക്കളെ മോചിപ്പിക്കാനായിട്ട് ഭഗവാൻ വന്നു. അങ്ങനെ പല പല ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ എല്ലാ അവതാരങ്ങൾക്കും ഉറവിടം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. അപ്പോൾ തൻ്റെ ഈ അവതാര ലീലകളൊക്കെ കാണിച്ചുകൊണ്ട് അല്ലെ, നമ്മളെ പോലെയുള്ള ജീവാത്മാക്കളെ ഭഗവാന്റെ അടുത്തേക്ക് ആകർഷിക്കാൻ, ഭഗവാന്റെ ധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ലീലകളെല്ലാം കാണിച്ച്, ഈ അവതാരങ്ങളെല്ലാം കാണിച്ച് നമ്മളെ അതിലേക്കെല്ലാം ആകർഷിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരെ രക്ഷിക്കുക, അവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുക, അതാണ് ഭഗവാന്റെ അവതാരത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ അല്ലെ, നമുക്കറിയാം നമ്മൾ ബദ്ധരായിട്ടുള്ള ജീവാത്മാക്കളാണ്. അപ്പൊ എങ്ങനെ നമ്മൾ ഒരുപാട് പാപം ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ എങ്ങനെ നമുക്ക് പാപമോചനം നേടാൻ സാധിക്കുമെന്നതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ജന്മ കർമ്മജ മേ ദിവ്യം ഏവം യോ വേത്തി തത്വദഃ തെക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. അല്ലയോ അർജുന, എന്റെ ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല, അവർ ശാശ്വതമായിട്ടുള്ള എന്റെ ലോകത്തിലെത്തുന്നു. ഇപ്പോൾ ഭഗവാൻ നമുക്ക് എങ്ങനെ ഇതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാമെന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ ഈ ദുഃഖപൂർണമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഉത്കണ്ഠാകുലമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്ത് കടക്കാം, എങ്ങനെ നമുക്ക് സന്തോഷം കണ്ടെത്താം, എങ്ങനെ നമുക്ക് ഇനി ജനനമൃതികളുടെ ചക്രത്തിൽ നിന്ന് പുറത്ത് കടക്കാം എന്നാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം, അവയെക്കുറിച്ചിട്ട് മനസ്സിലാക്കുക, ഭഗവാനെ ആധികാരികമായിട്ട് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. അതിലൂടെ നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും നമ്മുടെ ഈ ജീവിതത്തിന്റെ അവസാനം നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കുവാനും സാധിക്കും. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, ഭഗവാനെ ശരണം പ്രാപിക്കുന്ന അല്ലെ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഭഗവാനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് വരുന്ന നേട്ടം എന്താണ് ഭഗവാൻ പറയുന്നത്. ശ്ലോകം 10. വീതരാഗഭയ ക്രോധ മന്മയാ മാമുപാശ്രിതഃ ബഹവോ ജ്ഞാന തപസാ പൂതാ മദ്ഭാവമാഗതഃ. വിവർത്തനം: രാഗം, ഭയം, ക്രോധം എന്നിവയിൽ നിന്ന് മോചിതരായി എന്നിൽ തന്നെ മുഴുകി ശരണം പൂകിയ അനേകം പേർ എന്നെ പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യ പ്രേമബദ്ധരായിട്ടുണ്ട്. അപ്പോൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുകയും അറിയുകയും ആരാധിക്കുകയും ചെയ്താൽ രാഗം, ഭയം, ക്രോധം എന്നിവയിൽ നിന്ന് നമുക്ക് മോചിതരാകാം എന്ന് പറയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മോചിതരായാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കാനും ആത്മസാക്ഷാത്കാരം നേടുവാനും സാധിക്കും. ഇപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള ഗുരുവിനെ സ്വീകരിക്കുകയും ആ ഗുരുവിൽ നിന്ന് ഭഗവാനെ കുറിച്ചിട്ട് അറിയുകയും മനസ്സിലാക്കുകയുമാണ് യഥാക്രമമായിട്ട് നാം ചെയ്യേണ്ടത്. അപ്പൊ ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മൾ വച്ചു പുലർത്തുകയും എന്തിന് നമ്മൾ ഈ കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നു എന്ന് സ്വയം ചോദിക്കുകയും അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ നമുക്ക്
ഈ അവസ്ഥകളിൽ നിന്നൊക്കെ പുറത്തു കടക്കാനുള്ള മാർഗത്തെ കുറിച്ചിട്ട് അറിയാൻ സാധിക്കുമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം ശ്ലോകം 11. യേ യഥാ മാം പ്രപദ്യന്തെ താം തദൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തെ മനുഷ്യ പാർത്ഥ സർവശഃ. വിവർത്തനം: എന്നിൽ ശരണം പ്രാപിക്കുന്നതനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു. അല്ലയോ കുന്തിപുത്ര, എല്ലാവരും എല്ലാവിധത്തിലും എൻ്റെ മാർഗത്തെ പിന്തുടരുന്നു. ഇപ്പോൾ ഭഗവാനെ നമ്മൾ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുകയും ഭഗവാനെ അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഭഗവാൻ പറയാണ്, എന്നെ ശരണം പ്രാപിക്കുന്നതിനനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായിട്ടുള്ള പ്രതിഫലം നൽകും എന്ന് പറയാണ്. നമുക്കറിയാം, ദ്രൗപദി വസ്ത്രാക്ഷേപ കഥകളൊക്കെ നമുക്ക് അറിവുള്ളതാണ് അല്ലേ? ദ്രൗപദി ആദ്യം രണ്ട് കൈയും വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് കൃഷ്ണ വാസുദേവ എന്നൊക്കെ വിളിച്ചു അല്ലെ, പക്ഷെ ഭഗവാൻ വന്നില്ല. അപ്പോൾ ദ്രൗപദി അവസാനം തനിക്ക് വന്നു ചേർന്നിരിക്കുന്ന ഈ അപമാനത്തിൽ നിന്ന് തനിക്ക് ഒറ്റയ്ക്ക് പൊരുതി നേടാനാവില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരു നിമിഷം അല്ലെ, ഒരു ഫ്രാക്ഷൻ ഓഫ് ദ സെക്കൻഡ് രണ്ട് കൈയും ഉയർത്തിയിട്ട് ഭഗവാന് ശരണാഗതി പ്രാപിച്ചുകൊണ്ട് വാസുദേവ കൃഷ്ണ എന്ന് വിളിക്കുകയാണ് അല്ലെ. ഭഗവാൻ ഉടനടി വന്നു അല്ലെ, കിലോമീറ്ററുകൾ നീളമുള്ള സാരിയായിട്ട് ദ്രൗപദിയുടെ ദേഹത്തേക്ക് വന്നു ഭഗവാൻ. പിന്നെ എത്ര ശ്രമിച്ചിട്ടും ദുശാസനന് ആ സാരി അഴിച്ചു മാറ്റാൻ പൂർണ്ണമായിട്ടും ദ്രൗപദിയുടെ ശരീരത്തിൽ നിന്ന് വേർപെടുത്താനായിട്ട് സാധിച്ചില്ല. അതാണ് ഭഗവാൻ അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ ശരണാഗതി പ്രാപിക്കുന്നത്, എങ്ങനെയാണോ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുന്നത്, അതേപോലെ ഭഗവാൻ നമ്മളോട് പ്രതികരിക്കും. ഇപ്പൊ ഒരാൾ ആത്മസുഹൃത്തായിട്ടും വേറൊരാൾ പുത്രൻ എന്ന നിലയിലും ഇനി ഒരാൾ കാമുകനായിട്ടും ഭഗവാനെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യും അല്ലെ. ഭഗവാൻ അതേപോലെ തന്നെ പ്രതികരിക്കും അവരോട്. അപ്പോൾ നമ്മള് ഭഗവാനെ ഏത് രീതിയിലാണ് കാണുന്നത്, ഏത് രീതിയിലാണ് ഭഗവാനോട് ഇടപെടുന്നത്, ഏത് രീതിയിലാണ് ഭഗവാനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത്, അതാണ് ഭഗവാൻ നോക്കുന്നത്. അതിലെ സ്നേഹം മാത്രമാണ് ഭഗവാൻ നോക്കുന്നത്. അപ്പോൾ നമ്മള് ഭഗവാന്റെ അടുത്തേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാൽ 10 സ്റ്റെപ്പ് വെച്ചിട്ട് ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് വരും. അത്രയ്ക്കും കാരുണ്യമാണ് ഭഗവാന് നമ്മളോടുള്ളത്. അപ്പോൾ ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, ഭഗവാനെ ആരാധിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട് ഭഗവാൻ പറയാണ് അല്ലെ. നമുക്കറിയാം 30 ദേവതകൾ ഉള്ള ഒരു നാടാണ് നമ്മുടേത് അല്ലെ. അപ്പോൾ അവിടെ എന്തുകൊണ്ട് നമ്മൾ കൃഷ്ണനെ ആരാധിക്കണം എന്നതിന് ഉത്തരമാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ നൽകുന്നത്. ശ്ലോകം 12. കാങ്ക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്തായിഹ ദേവതഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. വിവർത്തനം: ഈ ലോകത്തിൽ ജനങ്ങൾ കാമ്യകർമ്മങ്ങളിൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നത് മൂലം ദേവന്മാരെ ആരാധിക്കുന്നു. ഇവിടെ കർമ്മങ്ങൾക്ക് വേഗത്തിൽ ഫലം സിദ്ധിക്കാറുണ്ടല്ലോ എന്ന് ഭഗവാൻ പറയാണ്. അപ്പോൾ ഭഗവാന്റെ ദേവന്മാർ എന്ന് പറയുന്നത് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും വിശദമായിട്ട് കടക്കുന്നില്ല. അപ്പോൾ ദേവന്മാർ എന്ന് പറയുന്നത് എല്ലാവരും ഓരോരോ പോസ്റ്റാണ്. ഇപ്പോൾ അഗ്നിദേവൻ, വരുണൻ, വായുദേവൻ എന്നൊക്കെ പറയുന്നത് ഓരോ പോസ്റ്റാണ്. അപ്പോൾ അതായത് ഓരോ പദവിയാണ്. അപ്പോൾ അവരുടെ ആ ഒരു കാലം കഴിയുമ്പോൾ അടുത്തൊരാൾ ആ പോസ്റ്റിലേക്ക് വന്നിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നൊക്കെ കണ്ടിട്ടില്ലേ, അതൊരു പോസ്റ്റാണ്. അപ്പോൾ അവിടേക്ക് വ്യക്തികൾ മാറി മാറി വന്നിരിക്കും. അതേപോലെയാണ് ഈ ദേവന്മാരും. അപ്പോൾ ദേവന്മാര് ഭഗവാനാൽ, അതായത് ശ്രീകൃഷ്ണ ഭഗവാനാൽ നിയമിക്കപ്പെട്ട ആളുകളാണ് ദേവന്മാര്. ശാസ്ത്രത്തിൽ പറയുന്നു, ഏകലേ ഈശ്വര കൃഷ്ണ ആര സഭ ഭൃത്യ എന്നാ പറയുന്നത്. ഭഗവാൻ ഈശ്വരൻ ഒന്നേയുള്ളൂ, അത് കൃഷ്ണനാണ്. ബാക്കി എല്ലാവരും അദ്ദേഹത്തിന്റെ സേവകന്മാരാണ് എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് ശങ്കരാചാര്യര് പോലും അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണിത്. ഈ പറയുന്ന ഈശ്വരൻ ഒന്നേയുള്ളൂ, അത് ശ്രീകൃഷ്ണ ഭഗവാനാണ്, എല്ലാവരുടെയും അധിപതി ഭഗവാനാണ് എന്ന് ഈ ശങ്കരാചാര്യര് പോലും അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയാണ്, ദേവന്മാരെ ആരാധിക്കുന്നു, അവർക്ക് വേഗത്തിൽ ഫലം കിട്ടുന്നു എന്ന് പറയാണ്. ശരിയാണ്, ദേവന്മാരെ ആരാധിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫലം കിട്ടും. പക്ഷെ ആ ഫലത്തിന് അധികം ആയുസ് ഉണ്ടാവില്ല. അവരുടെ ആ ഒരു ഫലം എന്ന് പറയുന്നത്, കാരണം നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ചൂണ്ടിക്കാണിക്കാൻ അല്ലെ. ഹിരണ്യകശിപു അമരത്വം നേടാനായിട്ട് ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് 10,000 വർഷങ്ങളും 60,000 വർഷങ്ങളൊക്കെ തപം ചെയ്തിട്ട് ബ്രഹ്മാവിനോട് വന്നിട്ട് അമരത്വം ചോദിക്കുമ്പോൾ ബ്രഹ്മദേവൻ എന്താ പറയുന്നത്? എനിക്കേ ഇല്ല അമരത്വം അല്ലെ, എനിക്കില്ലാത്തത് എങ്ങനെ ഞാൻ നിനക്ക് നൽകും എന്നാണ് ബ്രഹ്മദേവൻ ഹിരണ്യകശിപുവിനോട് ചോദിക്കുന്നത്.
അപ്പൊ ഇതേ കുറിച്ചിട്ട് പഞ്ചതന്ത്രത്തിൽ ഒരു കഥ പറയാറുണ്ട്. അതായത് ഒരാള് കഠിനമായിട്ടുള്ള തപസ് ചെയ്തിട്ട് ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തും. അപ്പോൾ ബ്രഹ്മദേവൻ വന്നു കഴിയുമ്പോൾ പറയും, ഞാൻ എന്ത് ആഗ്രഹിച്ചാലും അപ്പോൾ അത് സാധിക്കണം എന്ന് പറയും. അപ്പോൾ ബ്രഹ്മദേവനെ കുറിച്ച് നമുക്കറിയാം അല്ലേ, ആരെന്ത് വരം ചോദിച്ചാലും മുൻപിന്നൊന്നും ആലോചിക്കില്ല, അപ്പൊ തന്നെ തഥാസ്തു എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിനോടും പറഞ്ഞു തഥാസ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒന്ന് ആലോചിക്കുകയാണ്, ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ, ശരിയാണോ എന്ന് അറിയണ്ടേ, സത്യമാണോ എന്ന് ബോധ്യപ്പെടണ്ടേ. അപ്പൊ അദ്ദേഹം വളരെ കാലങ്ങളായിട്ട് തപസ് ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് നന്നായിട്ട് വിശക്കുന്നുണ്ട് അല്ലെ, ആഹാരത്തിനെ കുറിച്ചിട്ട് ഓർമ്മ വരും. അപ്പോൾ ഉടനെ ഒരു മൃഷ്ടാന്ന ഭോജനം എൻ്റെ മുന്നിൽ നിരക്കട്ടെ എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ഉടനെ തന്നെ ഒരു നല്ല സദ്യ അദ്ദേഹത്തിന് മുൻപിൽ വരികയാണ്. അപ്പോൾ സദ്യയൊക്കെ കഴിച്ചു, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, 3-4 തരം പായസങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം വന്നു. അപ്പോൾ ക്ഷീണം വന്നു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താണ് തോന്നുക, എവിടെയെങ്കിലും കിടക്കണം അല്ലെ, കുറച്ചു നേരം വിശ്രമിക്കണം. ഇദ്ദേഹവും അത് തന്നെ ആലോചിച്ചു. ഉടനെ തന്നെ ആ വനത്തിലാണ് അല്ലെ, കാടിന്റെ നടുക്കാണെന്നും കൂടി നമ്മൾ ആലോചിക്കണം. അപ്പൊ അവിടെ പെട്ടെന്ന് ഒരു സപ്രമഞ്ച കട്ടിലും കിടക്കയും എല്ലാം വന്നു. അദ്ദേഹം ആ കട്ടിലിൽ കയറി കിടന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഉറക്കം വരാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം ആലോചിക്കുകയാണ്, ഞാനെങ്ങാനും ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയ എന്നെ വന്ന് കടുവ പിടിക്കുമോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ബ്രഹ്മദേവന്റെ അനുഗ്രഹം അവിടെ ഉണ്ട്, തഥാസ്തു. ഉടനെ തന്നെ വന്നു കടുവ. പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതാണ്, അപ്പോൾ ബ്രഹ്മദേവൻ വരം കൊടുത്തു അല്ലെ, അദ്ദേഹം എന്താഗ്രഹിച്ചാലും അത് സാധിക്കും. പക്ഷെ അതിന്റെ ഗുണത്തെക്കുറിച്ചോ ദോഷത്തെക്കുറിച്ചോ ഒന്നും തന്നെ ഈ ദേവതമാരെ ആലോചിക്കാറില്ല. നമ്മൾ എന്താഗ്രഹിച്ചാലും അത് തരും. പക്ഷെ അത് നമുക്ക് ആത്യന്തികമായിട്ട് നന്മയാണോ തിന്മയാണോ ഫലം ചെയ്യുന്നതെന്ന് അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കാറില്ല, അവരതേക്കുറിച്ചിട്ട് വ്യാകുലപ്പെടാറുമില്ല. അപ്പൊ നമ്മള് ഭഗവാനെ അഭയം പ്രാപിച്ചാൽ, ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മുടെ നാഥനായിട്ട്, നമ്മുടെ ആരാധനമൂർത്തിയായിട്ട് അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്താല് ഭഗവാൻ നമുക്ക് ഫലം തരും അല്ലേ. പക്ഷെ ആ ഫലം എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് താമസിച്ചേക്കാം. പക്ഷെ എന്നാലും നമുക്ക് ആത്യന്തികമായിട്ട് നന്മ നൽകുന്നതും ശാശ്വതമായിട്ട് നമ്മോടൊപ്പം നിലനിൽക്കുന്നതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ മാത്രമേ ഭഗവാൻ നൽകൂ. ഇതാണ് ദേവതമാരെ ആരാധിക്കുന്നതും ഭഗവാനെ ആരാധിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം ചാതുർവർണ്ണ്യമ്മ, ശ്ലോകം 13. ചാതുർവർണ്ണ്യമ്മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യ കർത്താരമവ്യയം. വിവർത്തനം: പ്രകൃതി സഹജങ്ങളായ 3 ഗുണങ്ങളെയും തദനുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ 4 വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു. ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അവ്യയനായ ഞാനല്ല അതിന്റെ കർത്താവ് എന്നറിയുക. അപ്പോൾ മനുഷ്യജന്മം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക, നാം എന്തിനാണ് ഈ ലോകത്തില് ഇങ്ങനെ ജനിച്ചു മരിച്ച് ജീവിക്കുന്നത്, ഈ ജന്മമൃത്യു ജരാവ്യാധിയിൽ പെട്ട് ഉഴറുന്നത് എന്നൊക്കെ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുക. അതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മസാക്ഷാത്കാരം മനുഷ്യജന്മം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ചാതുർവർണ്ണയങ്ങള് 4 വർണ്ണങ്ങൾ സൃഷ്ടിച്ചത്. ഏതൊക്കെയാണ് 4 വർണ്ണങ്ങള്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അപ്പൊ നമ്മുടെ കർമ്മത്തിനും നമ്മുടെ ഗുണത്തിനും അനുസരിച്ചിട്ട് നമ്മൾ പഠിച്ചു അല്ലെ, പ്രകൃതിയിലെ 3 ഗുണങ്ങൾ ഉണ്ട് എന്ന് പഠിച്ചു, സത്യഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പൊ നമ്മൾ എല്ലാവരും തന്നെ ഓരോരോ ഗുണത്തിന് അടിമപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ ഓരോരോ ഗുണത്തിന്റെ പ്രഭാവമുണ്ട് നമ്മളില്. അപ്പൊ അത്തരത്തിലാണ് നമ്മൾക്ക് പ്രവർത്തിക്കാനും പെരുമാറാനും ചിന്തിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ കർമ്മത്തിനും ഗുണത്തിനും അനുസരിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ആത്മസാക്ഷാത്കാര പാതയിലേക്ക് ഉയരുവാൻ ചെയ്യാനാണ് ഭഗവാൻ ഈ 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചത്. അടുത്ത ശ്ലോകം 14. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോ അഭിജാനാതി കർമ്മഭിർന സബദ്ധ്യതേ. വിവർത്തനം: കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുകയില്ല, എനിക്ക് കർമ്മഫലേച്ഛയുമില്ല. എന്നെക്കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ ഭഗവാൻ അല്ലെ, ഭഗവാന് നമ്മളെ പോലെ കർമ്മഫലങ്ങൾ ഒന്നും തന്നെ ബാധിക്കില്ല. കാരണം ഭഗവാൻ ഇതിനൊക്കെ അധീപനായിട്ടുള്ള വ്യക്തിയാണ്, അതീതനല്ല. ഭഗവാൻ അധീപനാണ്. നമ്മളാണ് ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നത് വ്യക്തികള്. പക്ഷെ ഭഗവാൻ ഇതിനൊക്കെ ത്രിഗുണങ്ങൾക്കൊക്കെ മേലെയാണ്. അതുകൊണ്ട് കർമ്മഫലങ്ങൾ ഒന്നും ഭഗവാനെ ബാധിക്കില്ല, കർമ്മങ്ങളും ഭഗവാനെ ബാധിക്കില്ല.
ഇപ്പോൾ ചേമ്പിലയിലെ വെള്ളം നമ്മൾ കണ്ടിട്ടില്ലേ അല്ലെ? മഴയൊക്കെ പെയ്യുമ്പോൾ ചേമ്പിലയിൽ വെള്ളം കിടക്കുന്നത് ഇങ്ങനെ തൊടാതെ ഇങ്ങനെ കിടക്കും അല്ലെ? നമ്മൾ ആ ചേമ്പില ഒന്ന് അങ്ങനെ അനക്കി കഴിഞ്ഞാൽ ആ വെള്ളം ചേമ്പിലയുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഇങ്ങനെ ചിതറിപ്പോവും. അതേപോലെയാണ് ഭഗവാന്റെ കർമ്മങ്ങൾ എന്ന് പറയാണ്. ഭഗവാനെ ഒരിക്കലും കർമ്മഫലങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്ന് പറയാണ്. ഈ സത്യം മനസ്സിലാക്കിയാൽ നമ്മളെയും ഈ കർമ്മഫലങ്ങളൊന്നും ബന്ധിക്കില്ല ഈ ലോകത്തില് എന്ന് ഭഗവാൻ പറയാണ്. കാരണം എന്തുകൊണ്ടാണ്? ഭഗവാന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് അതീന്ദ്രിയമായിട്ടുള്ള പ്രവൃത്തികളാണ്. നമ്മളെ പോലെയുള്ള ബദ്ധ ജീവാത്മാക്കളുടെ പ്രവൃത്തികളല്ല ഭഗവാന്റെ പ്രവൃത്തികൾ. നമ്മളെപ്പോഴും ഈ ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഭഗവാൻ ഈ ത്രിഗുണങ്ങൾക്കൊക്കെ അതീതനാണ്, ത്രിഗുണങ്ങൾക്ക് അധിപനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ കർമ്മഫലങ്ങളും കർമ്മങ്ങളും ഒന്നും ബാധിക്കാത്തത്. അടുത്ത ശ്ലോകം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരവി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവതരം കൃതം. വിവർത്തനം. എന്റെ ദിവ്യമായ പ്രകൃതിയെ അറിഞ്ഞിട്ടാണ് പൗരാണികമായ മുമുക്ഷുക്കൾ പ്രവർത്തിച്ചു പോന്നത്. അതുകൊണ്ട് നീ അവരുടെ കാലടികളെ പിന്തുടർന്ന് സ്വകർത്തവ്യം നിറവേറ്റുക. അപ്പോ രണ്ടു തരത്തിലുള്ള മനുഷ്യരുണ്ട് എന്ന് പറയാണ്. അഴുക്കാർന്ന ഭൗതിക വാസനയുള്ളവരും അവ തീണ്ടാത്തവരും. അതായത് ഓൾറെഡി അല്ലെ, ചില ആളുകൾ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും അല്ലെ. ചില ആളുകൾക്ക് കുറെ കൂടി ബുദ്ധിമുട്ടാണ് അതിലേക്ക് വരാൻ. അപ്പോൾ അങ്ങനെയുള്ള ആരാണെങ്കിലും കുഴപ്പമില്ല, കൃഷ്ണന്റെ ശാസ്ത്രം മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നന്മയിലേക്ക് വരാം, ജീവിതത്തിൽ ഉയർന്നു പ്രവർത്തിക്കാം, സുഖവും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ കൈവരിക്കാം എന്നാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് മുൻപ് വന്നിട്ടുള്ള അല്ലെ മുമുക്ഷുക്കൾ, അതായത് മുൻപ് ഇതേ ഭഗവാന്റെ ഈ തത്വം പിന്തുടർന്ന് ഈ കാലടികൾ പിന്തുടർന്ന് വന്ന അനേകായിരം ആളുകളുണ്ട്, വിജയം വരിച്ച ആളുകൾ. അവർക്കെല്ലാം ഈ പരമസത്യം അറിയാമായിരുന്നു എന്ന് ഇവിടെ ഭഗവാൻ പറയാണ്. അപ്പൊ നമ്മളോടും ഭഗവാൻ പറയാണ്, ആ മുമുക്ഷുക്കളുടെ കാലടികളെ പിന്തുടർന്ന് നിങ്ങളും ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ശ്ലോകം 16. കിം കർമ്മ കിമകർമ്മേതി കവയോ അപ്യത്ര മോഹിതഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ അശുഭാത്. വിവർത്തനം. എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്നത് ബുദ്ധിമാന്മാരെ പോലും വിഭ്രമിപ്പിക്കുന്നതാണ്. ആ കർമ്മത്തെ പറ്റി ഇനി ഞാൻ വിവരിച്ചു തരാം, അതറിഞ്ഞാൽ നീ അശുഭങ്ങളിൽ നിന്ന് മുക്തനാകും. അപ്പോൾ എങ്ങനെയാണ് നമ്മള് അശുഭങ്ങളിൽ നിന്ന് മുക്തരായിട്ട് കർമ്മം ചെയ്യേണ്ടത്, എങ്ങനെയാണ് കർമ്മഫലങ്ങൾ ഇല്ലാതെ നമ്മൾക്ക് കർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കുക, നമ്മുടെ നിയത കർമ്മങ്ങളും നിത്യകർമ്മങ്ങളും എങ്ങനെ നമുക്ക് കർമ്മത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തമായിട്ട് ചെയ്യാമെന്നാണ് ഭഗവാൻ ഇനിയുള്ള ശ്ലോകങ്ങളിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഭഗവാന് വേണ്ടി അനുഷ്ഠിക്കുന്ന കർമ്മം മാത്രമേ മനുഷ്യനെ ഭൗതിക ജീവിതത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് സഹായിക്കൂ. ശ്ലോകം 17. കർമ്മണോ ഹി അഭിബോധവ്യം ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹന കർമ്മണോ ഗതിഃ. വിവർത്തനം. കർമ്മത്തിന്റെ സങ്കീർണതകൾ ദുഗ്രാഹ്യമാണ്. അതുകൊണ്ട് കർമ്മം, വികർമ്മം, അകർമ്മം എന്നിവയെ കുറിച്ചെല്ലാം ഒരാൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇപ്പോൾ പാപപ്രതികരണങ്ങൾ ഇല്ലാത്ത കർമ്മമാണ് അകർമ്മം എന്ന് വിശേഷിപ്പിക്കുന്നത്. വികർമ്മം എന്നാലോ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അല്ലെ, നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, അത്തരത്തിലുള്ള അത് മനസ്സിലാക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അതിനെയാണ് വികർമ്മം എന്ന് പറയുന്നത്. കർമ്മം എന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന നമ്മുടെ നിത്യവും നിയതവുമായിട്ടുള്ള കർമ്മങ്ങൾ. അപ്പൊ നമ്മൾ അതായത് കർമ്മത്തിന്റെ ഫലത്തിൽ നിന്ന് മുക്തി നേടിയാൽ മാത്രമേ നമുക്ക് ശരിയായ പാതയിൽ മുന്നേറാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആള് ഈ കർമ്മം, വികർമ്മം, അകർമ്മം എന്നിവയെ കുറിച്ചിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അതായത് ഒറ്റ വാക്യത്തിൽ പറഞ്ഞാല് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ടുള്ള ജ്ഞാനത്തോടുകൂടി പ്രവർത്തിക്കാം. അപ്പോൾ ഇത് ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾക്ക് അതിനായിട്ട് ഉയർന്നു പ്രവർത്തിക്കാൻ സാധിക്കുക. അപ്പൊ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ജീവേര സ്വരൂപഹയ കൃഷ്ണേര നിത്യദാസ അല്ലെ. നമ്മൾ എല്ലാവരും ജീവാത്മാക്കളായിട്ടുള്ള അല്ലെങ്കിൽ ജീവനുള്ള എല്ലാവരും തന്നെ ഭഗവാന്റെ നിത്യദാസന്മാരാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഭഗവാനെ സേവിക്കുക, ഭഗവാനെ ആരാധിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ കർമ്മഫലങ്ങളിൽ നിന്നെല്ലാം പുറത്തു കടക്കാം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ശ്ലോകം 18. കർമ്മയാ പശ്യേത അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സായുക്ത കൃഷ്ണ കർമ്മകൃത്.
വിവർത്തനം: കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവനത്രേ മനുഷ്യരിൽ ബുദ്ധിമാൻ. എല്ലാത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദ്രിയ അവസ്ഥയിലാണ് അയാൾ. അപ്പോൾ യഥാർത്ഥ രീതിയിൽ എങ്ങനെയാണ് കർമ്മം അനുഷ്ഠിക്കുക, കർമ്മത്തിന്റെ ഫലത്തിൽ നിന്ന് മുക്തമായിട്ട് എങ്ങനെ കർമ്മം അനുഷ്ഠിക്കാം എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഭഗവാന്റെ ദാസന്മാരാണ് നമ്മൾ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഒരു ബോധത്തിൽ നമ്മൾ കർമ്മം ചെയ്താൽ എല്ലാവിധ പാപ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം എന്ന് ഭഗവാൻ പറയാണ്. ശ്ലോകം 19: യസ്യ സർവേ സമാരംഭാ കാമസങ്കൽപവർജിതഃ ജ്ഞാനാഗ്നീത കർമാണം തമാഹു പണ്ഡിതം ബുധഃ. വിവർത്തനം: ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ പ്രയത്നിക്കുന്ന ഒരാളെ ജ്ഞാനി എന്ന് മനസ്സിലാക്കണം. ജ്ഞാനാഗ്നിയിൽ കർമ്മഫലങ്ങളെല്ലാം ഭസ്മീകരിച്ച പ്രവർത്തകനാണ് അദ്ദേഹമെന്ന് ഋഷീശ്വരന്മാർ പറയുന്നു. അപ്പോൾ ഈ ജ്ഞാനം അല്ലെ, ഭഗവാൻ മുൻപേ പറഞ്ഞു ഇത് അതീന്ദ്രിയ ജ്ഞാനമാണ്, ഗുപ്തരഹസ്യമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുക, ഭഗവാന് വേണ്ടി നമ്മുടെ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കർമ്മ പ്രതികരണങ്ങളെല്ലാം, ഈ പാപ പ്രതികരണങ്ങളെല്ലാം നമുക്ക് ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ശ്ലോകം 20: തെക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. വിവർത്തനം: തന്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാ സംതൃപ്തനായും സ്വതന്ത്രനുമായി ഇരിക്കുന്ന ഭക്തൻ എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടുന്നുവെങ്കിലും കാമ്യകർമ്മങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാ കർമ്മങ്ങളും നമ്മൾ ഭഗവാന് വേണ്ടി അർപ്പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കർമ്മഫലങ്ങളിൽ ആസക്തി ഇല്ലാതെ, അതിൽ ഫലേച്ഛയില്ലാതെ നമ്മുടെ കർമ്മം അനുഷ്ഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഭഗവാന് വേണ്ടി അല്ലാതെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നമ്മളെ ഈ ഭൂമിയിൽ വീണ്ടും വീണ്ടും ബന്ധിപ്പിച്ച് നിർത്തുകയും ഇനിയും നമുക്ക് ജന്മമൃത്യു ജരാവ്യാധിയിൽ പെട്ട് പോകുവാനുമായിട്ടുള്ള ഫലമാണ് നേടിത്തരുന്നത്. അപ്പം അതിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടിയുള്ള യജ്ഞങ്ങളായിട്ട് മാറ്റുക, ഭഗവാന് വേണ്ടി നമ്മുടെ കർമ്മങ്ങളെല്ലാം നാം അനുഷ്ഠിക്കുക. ശ്ലോകം 21: നിരാശീരത ചിത്താത്മാ തെക്ത സർവ പരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. വിവർത്തനം: മനസ്സിനെയും ബുദ്ധിയെയും പൂർണ്ണമായും നിയന്ത്രിച്ചും തന്റെ സമ്പത്തിലും നേട്ടങ്ങളിലും ഉടമസ്ഥാവകാശം ഉപേക്ഷിച്ചും ജീവിതത്തിന് അത്യാവശ്യമായ കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടുമിരിക്കുന്ന ജ്ഞാനിക്ക് കർമ്മത്തിന്റെ പാപഫലങ്ങൾ ഏൽക്കേണ്ടി വരില്ല. അപ്പോൾ ഇതാണ് ഭഗവാൻ പറയുന്നത് അല്ലേ, കൃഷ്ണാവബോധം ഉൾക്കൊള്ളുക, ഭഗവാനെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. അപ്പോൾ ഭഗവാന് വേണ്ടി നമ്മുടെ എല്ലാ കർമ്മങ്ങളും മാറ്റിവെക്കുക, ഭഗവാനെ നമ്മൾ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ആ ഭഗവാന് വേണ്ടിയിട്ട് നമ്മുടെ സമയവും നമ്മുടെ എല്ലാ കർമ്മങ്ങളും അർപ്പിക്കുക. അപ്പോൾ നമുക്ക് ഫലത്തിന്റെ ഇച്ഛയില്ലാതെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ കൃഷ്ണന്റെ ശാസ്ത്രം ഉൾക്കൊണ്ട ഒരു വ്യക്തിയെ നയിക്കുന്നത് ആരാണ്? ഭഗവാനാണ് നയിക്കുന്നത് അല്ലേ. അദ്ദേഹത്തിനെ ഭഗവാനാണ് എപ്പോഴും നയിക്കുന്നത്. എല്ലാ അവസ്ഥയിലും എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ കൂടെ ഭഗവാൻ ഉണ്ടാകും. അപ്പോൾ അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ എന്നെ പൂർണ്ണമായിട്ടും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക, ജ്ഞാനത്തോടുകൂടി അറിവോടുകൂടി പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്താൽ കർമ്മത്തിന്റെ പാപഫലങ്ങളൊന്നും ഏൽക്കേണ്ടി വരില്ല എന്ന് പറയാണ്. അപ്പോൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നമ്മുടെ സമയം മാറ്റിവെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും പാപപ്രതികരണങ്ങൾ അയാളെ ബാധിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇല്ലേ, നമ്മൾ എത്രയൊക്കെ പ്രവൃത്തികൾ ചെയ്താലും നമ്മളെ വളരെ ആലോചിച്ച് വളരെ എന്താ പറയുക പ്ലാനിങ് ഒക്കെ തയ്യാറാക്കി നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുക അല്ലേ, നമ്മുടെ മിടുക്ക് കൊണ്ട് നമ്മളത് ചെയ്യാൻ പോകുവാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് ആ കാര്യം ചെയ്യുമ്പോൾ അല്ലേ, ശാസ്ത്രത്തിൽ എന്താ പറയുന്നതെന്നറിയോ? ഭഗവത്ഗീതയില് അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. നമ്മൾ കർമ്മം ചെയ്യാനുള്ള ആളുണ്ട് അല്ലേ, കർമ്മം നമുക്ക് ചെയ്യാനുള്ള പ്രവൃത്തിയുണ്ട്. നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം നമ്മൾ ആ പ്രവൃത്തിക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. നമ്മൾ തല ചൂടാക്കി നമ്മൾ ഓരോരോ കാര്യങ്ങൾ പദ്ധതികളും പ്ലാനുകളും എല്ലാം തയ്യാറാക്കി വെക്കുകയാണ്. പക്ഷെ നമ്മൾ തയ്യാറാക്കി വെക്കുന്ന ആ പദ്ധതിയും പ്ലാനും അനുസരിച്ചിട്ട് ആ ഒരു കാര്യം വിജയിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവം ചൈവാത്ര പഞ്ചമം, അഞ്ചാമത്തെ ഘടകമായിട്ടുള്ള ഭഗവാന്റെ അനുമതി വേണം.
അത് വരുമ്പോൾ മാത്രമാണ് നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വിജയം കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ വിജയം ഉറപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സത്യം ആരും മനസ്സിലാക്കുന്നില്ല അല്ലെ? നമ്മുടെ മിടുക്ക് കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ അത് ചെയ്തു, വിജയിച്ചു എന്നാണ് കരുതുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തില് അത് വിജയിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ പദ്ധതി അംഗീകരിക്കുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും ഭഗവാനാണ്. അപ്പോൾ ഭഗവാനിലാണ് നമ്മുടെ എല്ലാ ആശ്രയവും അഭയവും നാം കണ്ടെത്തേണ്ടത്. ആ ഭഗവാനെയാണ് നാം ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പറയുന്നതെല്ലാം, ഈ പറയുന്ന ആധികാരികമായിട്ടും അതീന്ദ്രിയമായിട്ടുള്ള ജ്ഞാനം ഭഗവാൻ പകർന്നു നൽകുന്നത്. ഗുപ്തമായിട്ടുള്ള ജ്ഞാനം അർജുനന് പകർന്നു കൊടുക്കുന്ന അതേ ജ്ഞാനമാണ് ഗുരുക്കന്മാരുടെ കൃപ കൊണ്ട് നമുക്കും പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കാര്യങ്ങളെല്ലാം പകർന്നു നൽകുന്നത്. നമ്മളെ ഓരോരുത്തരെയും ഭഗവാന്റെ ധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ, ഭഗവാന്റെ മക്കളായിട്ടുള്ള നമ്മളെ ഈ ജന്മമൃത്യു, ഈ കഷ്ടപ്പാടുകളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും മോചിപ്പിക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ പറയുന്ന രഹസ്യങ്ങളെല്ലാം നമുക്ക് ഉപദേശിച്ചു നൽകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭഗവാനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനും അറിയുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുരുവിനോടും ഭഗവാനോടും പ്രാർത്ഥിക്കുന്നു. ഇതോടുകൂടിയിട്ട് ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി, ദാറ്റ്സ് റിയലി വണ്ടർഫുൾ. ഓക്കെ, അപ്പോ നമുക്ക് ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും 700 ശ്ലോകങ്ങളും വളരെ പ്രധാനപ്പെട്ടാണ്. പക്ഷെ അതിൽ മാതാജി ഓരോ ശ്ലോകം പറയുമ്പോഴത്തേക്കും ഇത് എത്ര പ്രധാനമാണ്, എത്ര പ്രധാനമാണെന്ന് എനിക്ക് ഓരോ ശ്ലോകങ്ങൾ കേൾക്കുമ്പോഴും എനിക്ക് തോന്നിയിരുന്നു. അത് മാതാജി തന്റെ സ്വതസിദ്ധമായ സരളമായ ശൈലിയിൽ നമുക്ക് പറഞ്ഞു തന്നു. വളരെ വളരെ നന്ദി. അപ്പം മാതാജി പറഞ്ഞ കാര്യങ്ങള് ആദ്യം തന്നെ ഭഗവത്ഗീതയുടെ ഈ അതീന്ദ്ര ജ്ഞാനത്തിന്റെ ചരിത്രത്തെ കുറിച്ചാണ് തുടങ്ങിയത്. ഭഗവാൻ ആദ്യം ഇതിനു മുമ്പും അർജുനനല്ല പറഞ്ഞു കൊടുത്തത്. അതിനു മുമ്പ് വിവസ്വാൻ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വിവസ്വാൻ സൂര്യദേവന് പറഞ്ഞു കൊടുത്തു. സൂര്യദേവൻ അത് മകനായിട്ടുള്ള മനുവിന് പറഞ്ഞു കൊടുത്തു. പിന്നെ അതിനുശേഷം അദ്ദേഹം ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ രാജർഷികൾ എല്ലാവരും തന്നെ പരമ്പരാ രീതിയിൽ അത് ഭഗവത്ഗീത മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അതെപ്പോഴോ ആ പരമ്പര മുറിഞ്ഞു പോയി. അതുകൊണ്ട് വീണ്ടും പറയാമെന്ന് പറഞ്ഞു. അതിനുശേഷം അർജുനന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഭഗവാന്റെയും ഓരോ ജീവന്റെയും അനേകം ജന്മങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിൽ നിന്നും നമുക്ക് ഭഗവാനും ജീവനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മാതാജി വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഭഗവാന്റെ അവതാരങ്ങളുടെ ദിവ്യ സ്വരൂപത്തെ കുറിച്ചുള്ള ശ്ലോകങ്ങളെ വിശദീകരിച്ചു തന്നു. പിന്നീട് ഭഗവാൻ എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ്. എല്ലാ മാർഗങ്ങളുടെയും ആത്യന്തിക പരിസമാപ്തി അഥവാ ലക്ഷ്യം ഭഗവാനാണ്. പിന്നെ അവസാനത്തെ ശ്ലോകങ്ങളിൽ ജ്ഞാനത്തിലൂടെ കർമ്മം എങ്ങനെ മനസ്സിലാക്കണം, കർമ്മത്തിൽ നമുക്ക് എന്താണ് ആത്യന്തികമായി നേടേണ്ടതെന്നാണ്, നമുക്ക് ഭഗവത് പ്രാപ്തി, ഭഗവാന്റെ ആശ്രയം നമുക്ക് കിട്ടണം എന്നുള്ളതാണ്. അപ്പോ ഇത്ര സുന്ദരമായി നമുക്ക് പറഞ്ഞു തന്ന മാതാജിക്ക്, ജാനവാദേവി മാതാജിക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച്, ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സ്റ്റുഡൻസ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ അവസരം വിനിയോഗിക്കാം. ജസ്റ്റ് മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കാവുന്ന. ആർക്കും സംശയമൊന്നും ഇല്ലെന്ന് തോന്നുന്നു പ്രഭു. മാതാജി നന്നായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് സംശയങ്ങളൊന്നും ഇല്ലാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ, ചോദ്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്തത് നരസിംഹ പ്രണാമത്തോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. അതിനു മുമ്പായിട്ട് ഇന്ന് നമുക്ക് ഭഗവത്ഗീത മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു തന്ന ബി സരോജ മാതാജിക്കും
ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു തന്ന ശ്രീകണ്ഠദേവി മാതാജിക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. ജനാദേവി മാതാജി ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി മാതാജിയോടും നന്ദി പറയുന്നു. ഇനി അടുത്തത് നരസിംഹ പ്രണാമം ചൊല്ലാനായിട്ട് ഞാൻ നള്ള മാതാജിയെ വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമസ്തേ നരസിംഹായ പ്രഹ്ലാദലാദദായിനേ ഹിരണ്യകശിപുർവക്ഷഃ ശീലതംഘനഖലായേ യതോ നൃസിംഹോ പരതോ നൃസിംഹോ യതോ യതോ യാമി തതോ നൃസിംഹോ ബഹിർനൃസിംഹോ ഹൃദയേ നൃസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരീനാക അത്ഭുത ശൃംഗ ദളിത ഹിരണ്യകശിപോ തനുഭൃംഗ കേശവധൃത നരഹരിരൂപ जय जगदीश हरे, जय जगदीश हरे, जय जगदीश हरे. जय नरसिंहदेव, जय नरसिंहदेव, नरसिंहदेव जय नरसिंहदेव, जय नरहरि, जय नरहरि, नरहरि जय नरहरि, जय लक्ष्मी नरसिंह, जय लक्ष्मी नरसिंह, लक्ष्मी नरसिंह जय लक्ष्मी नरसिंह, जय प्रहलाद महाराज, जय प्रहलाद महाराज, प्रहलाद महाराज जय प्रहलाद महाराज, जय जय प्रभुपाद, प्रभुपाद, प्रभुपाद जय जय प्रभुपाद. भक्ति विघ्न विनाश नरसिंह भगवान की जय, भक्त प्रहलाद महाराज की जय. उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोन्मुखं नृसिंहं भीष्णं भद्रं मृत्युर्मृत्युर्नमाम्यहम्. श्री नरसिंह जय नरसिंह, जय जय नरसिंह देव, प्रहलादेश जय पद्ममुख पद्मभृंग, नरसिंह भगवान की जय. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മീറ്റിംഗ് എൻഡ് ചെയ്തോളൂ മാതാജി. മാതാജി ഹോസ്റ്റ് ആണ്. ഓക്കെ. ഞാൻ എൻഡ് ചെയ്യട്ടെ? ശരി മാതാജി, ചെയ്തോളൂ. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ.